പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി നാം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല കീറേണ്ടത്. മനുഷ്യഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. അത് കാണുന്ന ദൈവം നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല കീറേണ്ടത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജെറമിയ 4:14 തിരുവചനം പറയുന്നു, ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് ഈ ദുഷിച്ച ഹൃദയവും പേറി നടക്കുക? അതായത് ദുഷിച്ച ചിന്തകളുമായി നാം എത്ര കാലം ഇങ്ങനെ ജീവിക്കുമെന്ന്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും ചിന്തകളുമെല്ലാം ദുഷിച്ചതു മാത്രമാണെന്നും കർത്താവ് കണ്ടു. അതുകൊണ്ടാണ് പ്രവാചകന്മാർ വഴി ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മോട് ആഹ്വാനം ചെയ്തത്. എന്നാൽ മനുഷ്യർ തൻ്റെ ഹൃദയത്തെ കൂടുതൽ കഠിനമാക്കുകയാണ് ചെയ്തത്. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്, അശുദ്ധിയിലേക്കല്ല. 1 തെസ്സലോനിക്ക 4:3 തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് അഭിലഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ പറയുന്നത്? ഹെബ്രായർ 12:14 തിരുവചനം പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ നമുക്ക് വിശുദ്ധി ആവശ്യവുമാണ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 21-22 തിരുവചനങ്ങളിലൂടെ നമ്മെ അശുദ്ധമാക്കുന്ന ഘടകങ്ങൾ, നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, കൊലപാതകം, ദുരാഗ്രഹം, വ്യഭിചാരം, ദൂഷണം, വഞ്ചന, അസൂയ, അഹങ്കാരമെല്ലാം പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈ പാപങ്ങളെല്ലാം നാം ഉപേക്ഷിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് അകന്ന് ജീവിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് വചനം നമ്മിൽ വസിക്കാത്തത്? എല്ലാത്തിനുമുള്ള ഉത്തരം ബൈബിളിൽ തന്നെയുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 38 തിരുവചനം പറയുന്നു, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. നാം ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ തല സാത്താൻ്റെ വർക്ക്ഷോപ്പായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്താൻ നാം ശ്രമിക്കാറില്ല. നമ്മെ സാത്താൻ്റെ കെണിയിൽപ്പെടുത്തുന്നത്, ഈ പ്രലോഭനങ്ങളിലെല്ലാം അകപ്പെടുത്തുന്നത് പൈശാചിക ശക്തിയാണ്. മനുഷ്യമക്കളെ തിന്മയിലേക്കും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നതും സാത്താനാണ്. സാത്താൻ്റെ കെണിയിൽ പെടാതിരിക്കാനാണ് നാം സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും അഹങ്കാരവും സ്വാർത്ഥ ചിന്തകളും സ്നേഹിക്കാനും അല്ലെങ്കിൽ ക്ഷമിക്കാനും പറ്റാത്ത അവസ്ഥയും നാം സൂക്ഷിക്കുന്നുണ്ട്. അപ്പോഴാണ് നാം സാത്താൻ്റെ കെണിയിൽ പെട്ടിരിക്കുന്നു എന്ന ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകേണ്ടത്. സത്യവും നീതിയും വിശ്വാസവും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളുമെടുത്ത് സാത്താനെ എതിർത്ത് നിൽക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതം ധന്യമായി തീരും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.